കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഇഡി പരിശോധന നടത്തി. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. വൻ സാമ്പത്തിക തട്ടിപ്പ് നടന്ന അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. 24 കോടി രൂപയുടെ സാമ്പത്തിക തിരിമറിയെ തുടർന്ന് ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം. ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന കാര്യത്തിലും സംശയമുള്ളതായി കോടതി നിരീക്ഷിച്ചിരുന്നു. ജില്ലയിലെ വലിയ സഹകരണ ബാങ്കുകളിലൊന്നായ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിൽ 24 കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായാണ് വിവരം. വർഷങ്ങളായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിന്റെ അഴിമതി സഹകരണ വകുപ്പ് തന്നെയാണ് കണ്ടെത്തിയത്. ബാങ്ക് സെക്രട്ടറി കൈപ്പള്ളി മാധവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് ക്രമക്കേട് നടന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്ന് ഇയാളെ പാർട്ടി ഉത്തരവാദിത്തത്തിൽ നിന്നും ബാങ്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരുന്നു. ഇഡിയുടെ എൻക്വയറി നമ്മുടെ ബാങ്കിൽ എത്തിയിരിക്കുന്നത് 2017 ഇവിടുത്തെ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന കൈപ്പള്ളി മാധവൻകുട്ടി നടത്തിയ അഴിമതിയുടെ ഭാഗമായിട്ടാണ് 16 കോടി രൂപയാണ് അന്ന് ഈ തട്ടിപ്പ് നടത്തിയത്. ഇവിടെ ഉണ്ടായിരുന്ന ഒട്ടേറെ ലോൺ എടുത്തിരുന്ന ആളുകളിൽ നിന്ന് അനധികൃതമായി മറ്റ് ലോണുകൾ ബിനാമിയായി ലോണുകൾ എടുക്കുകയും അങ്ങനെ സാമ്പത്തികമായ തട്ടിപ്പാണ് നടത്തിയത്. ഞങ്ങളുടെയൊക്കെ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് 2017 നടന്ന ഈ തട്ടിപ്പിന് 3 വർഷം മുമ്പ് വിജിലൻസ് കേസ് നടത്തിയായിരുന്നു. വിജിലൻസ് നടത്തി 1 വർഷത്തിന് മുമ്പിൽ പൂർത്തിയാക്കേണ്ട വിജിലൻസ് എൻക്വയറി നാളിതുവരെയായിട്ട് പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ കുരിയോട് സ്വദേശി രാജേന്ദ്രൻ ഉണ്ണിത്താൻ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് തുക കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു കേസ് ഹൈക്കോടതിയിൽ നടത്തിയത്. ഹൈക്കോടതി സ്വമേധയാ ഈ കാര്യത്തിൽ കേസെടുക്കുകയും ഇ ഡിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ കേസ് അന്വേഷിക്കണം. കാരണം ഇത്രയും വലിയ തുകയ്ക്കുള്ള ഇതായതുകൊണ്ട്, എൻ്റെ ബെനിഫിറ്റ് വലുതായതുകൊണ്ട് ഇതിലേതെങ്കിലും വിധത്തിലുള്ള വിദേശ കള്ളക്കടത്ത് അല്ലെങ്കിൽ പണത്തിൻ്റെ ദുരുപയോഗം ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. ഇതെന്തുകൊണ്ട് നാളിതുവരെ എഫ്ഐആർ ഇട്ട് കേസെടുത്തില്ല എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇ ഡി ഇത് കേസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ഈ ഉത്തരവ് വന്ന സമയത്ത് തന്നെ ഈ ഇ ഡി എൻക്വയറിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും എൻക്വയറി നടത്തി ഇതിൻ്റെ കുറ്റക്കാരായ ആളുകൾ, ശരിയായ കുറ്റക്കാർ ഇതിൻ്റെ വെളിയിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടാനുകോടി രൂപയുടെ സ്വത്തുവകകൾ ഈ നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തും ഇയാൾ നേരിട്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിനാമി വഴിയൊക്കെ ഇവിടെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഈ ബാങ്കിൻ്റെ സ്ഥിതി ഇവിടെ എ ക്ലാസ് ആയിരുന്ന ഒരു സർവീസ് സഹകരണ ബാങ്കാണ്. കോടിക്കണക്കിന് രൂപയുടെ പ്രതിമാസ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബാങ്ക് ഇത് പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ശോചനീയമായ ഒരവസ്ഥയിലേക്ക് പോയി. മറ്റ് കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തികമായ ക്രമക്കേട് മൂലമാണ് ഇത് സംഭവിച്ചത്. ഏതാണ്ട് 188 പേർക്ക് ഇതിനെ പരാതിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. പരാതി കൊടുക്കാത്ത ഒട്ടേറെ ആളുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ തന്നെ 15 കോടി രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട്. 1, 2, 3 ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഇതിലാണ് എടുത്തിരിക്കുന്നത്. ആ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കാത്ത എനിക്ക് വന്ന ഒരു 10-9 പേര് പരാതി കൊടുക്കാത്ത ആളുകളും ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും ഇത് പരാതി കൊടുത്തതും കൊടുക്കാത്തതുമായ ആളുകൾക്ക് നീതി ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇ ഡി വളരെ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടത്തി എത്രയും വേഗം, ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം ഈ അന്വേഷണം പൂർത്തിയാക്കി യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് സർക്കാരിന് കിട്ടാനുള്ള സ്വത്തുവകൾ കിട്ടി ഈ പാവപ്പെട്ട ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപമായിട്ടും മറ്റും ഇട്ടിരുന്ന ആളുകൾക്ക് അവരുടെ പൈസ തിരിച്ചു കിട്ടുന്നതിന് വേണ്ട ക്രമീകരണം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിക്ഷേപകർ നൽകിയ പരാതി പരിശോധിക്കവേ ഇഡിയെ ഈ കേസിൽ കോടതി കക്ഷി ചേർത്തിരുന്നു. മുൻപ് ഇ ഡി ഉദ്യോഗസ്ഥർ ബാങ്കിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയതിന് പിന്നാലെയാണ് തിങ്കളാഴ്ചയോടെ സീനിയർ ഉദ്യോഗസ്ഥരടക്കം 20-ലധികം ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. വായ്പ എടുത്തയാളെ അറിയാതെ മറ്റു പലർക്കും അതേ ഡോക്യുമെന്റിൽ വായ്പ നൽകിയ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. കള്ളപ്പണം വെളുപ്പിച്ചതായും മനസ്സിലാക്കിയിട്ടുണ്ട്. പണം വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളതായും സംശയമുണർന്നിരുന്നു. ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും സ്വത്ത് കണ്ടെത്തൽ നടപടികളിലേക്കും ഇ ഡി കടക്കുമെന്നാണ് സൂചന. തീർച്ചയായിട്ടും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശയുടെ ഒരു ചെറിയ പുനർജീവനം കാണാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. നീതിപൂർവമായ ഒരു അന്വേഷണം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികൾക്ക് നടത്താൻ സാധിച്ചില്ല എന്നുള്ള ഘട്ടത്തിലാണ് ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം കൊണ്ട് ഇതിലെ കുറ്റക്കാരായ ആളുകളെ കണ്ടെത്തുമെന്നും ഈ നിക്ഷേപ തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് നീതി ലഭിക്കുമെന്നും
ഈ നിക്ഷേപം തട്ടിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സമ്പാദ്യങ്ങൾ കണ്ടെത്തി അത് അറ്റാച്ച് ചെയ്തുകൊണ്ട് നിക്ഷേപകർക്ക് തിരികെ ലഭിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഇഡിയുടെ അന്വേഷണ നടപടികൾ സ്വാഗതാർഹമാണ്. BJP പലപ്പോഴും ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചുകൊണ്ട് സമരമുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസം 11-ാം തീയതി ഇതേ സ്ഥലത്ത് ബാങ്കിന്റെ മുന്നിൽ വലിയ സമരപരിപാടി BJP സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ വിഷൻ അഞ്ചൽ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.